ഇത് ശ്രീ മുരളീധരൻ നായർ. കാഴ്ചയിൽ അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണ്, വിദ്യാസമ്പന്നനാണ്, ജീവിതാനുഭവങ്ങളുള്ള ആളാണ്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരു കമൻ്റ് ഇട്ടു. ഇതായിരുന്നു ആ കമൻറ്റ്: സുഹൃത്തെ, മുസ്ലിം പാർട്ടികളും കോൺഗ്രസും കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും വരൂ വർഗീയതയുടെ കാര്യത്തിൽ, ആടിനെ പട്ടിയാക്കാതെ. ഇല്ല മുരളിയേട്ടാ, ഞാൻ ആടിനെ പട്ടിയാക്കുന്നില്ല. ആടിനെ പട്ടിയാക്കി, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നവരുടെ കഥകൾ, കണക്കുകൾ, ചരിത്രങ്ങളുള്ളപ്പോൾ എന്തിനാണ് വെറുതെ സോഷ്യൽ മീഡിയയിലൂടെ വാഗ്വാദങ്ങൾ നടത്തുന്നത്? എന്തിനാണ് ഉണ്ടയില്ലാത്ത വെടിപൊട്ടിക്കുന്നത്? കണക്കുകൾ സംസാരിക്കട്ടെ. ശ്രീ മുരളീധരൻ നായർ, താങ്കളൊരു സംഘിയാണെങ്കിൽ, സംഘപരിവാർ അനുഭാവിയാണെങ്കിൽ ഈ കണക്കുകൾ താങ്കളുടെ തൊണ്ടയിലെ വെള്ളം വറ്റിക്കും, താങ്കളുടെ അണ്ണാക്കിൽ പിരിവെട്ടും. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഹേറ്റ് ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു കണക്ക് പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം, അതായത് 2025-ൽ നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 1318 വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ അടങ്ങിയ പ്രസംഗങ്ങളാണ്. ഇതിൽ 1156 വർഗീയ പ്രസംഗങ്ങളും മുസ്ലിങ്ങൾക്കെതിരെയാണ്. ക്രൈസ്തവർക്കെതിരെ റിപ്പോർട്ട് ചെയ്തത് 29 പ്രസംഗങ്ങൾ. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ഒരേ സമയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 133 വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ. അതായത് 2025-ൽ നമ്മുടെ രാജ്യത്ത് നടന്ന വർഗീയ വിദ്വേഷ പ്രസംഗങ്ങളിൽ 98% നടന്നിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇനി നേതാക്കളുടെ പേര് പരിശോധിച്ചാൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയും BJP നേതാവുമായ പുഷ്കർ സിംഗാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയത്, 71 തവണ. രണ്ടാമതായി വരുന്നത് പ്രവീൺ തൊഗാഡിയാണ്, 46. BJP നേതാവും അഡ്വക്കേറ്റുമായ അശ്വിനി ഉപാധ്യ 35 തവണ. നമ്മുടെ കേന്ദ്രമന്ത്രി അമിത് ഷായും 27 തവണ. ബജറംഗ് ദൾ നേതാവ് മനോജ് കുമാർ 26 തവണ. വലതുപക്ഷ ഇൻഫ്ലുവൻസർ എന്ന് അവകാശപ്പെടുന്ന കാജൽ ഹിന്ദുസ്ഥാനി 23 തവണ. സന്യാസി വര്യനും UP മുഖ്യമന്ത്രിയുമായ യോഗി ആദിത്യനാഥ് 22 തവണ. യതി നരസിംഗ് ആനന്ദ് എന്ന കുപ്രസിദ്ധനായ കാഷായ വസ്ത്രധാരി, കറകളഞ്ഞ RSSകാരൻ, തെമ്മാടിയായ അഭിനവ സന്യാസി 20 തവണ. മിസ്റ്റർ മുരളീധരൻ നായർ, ഈ കണക്കുകളിൽ നിന്നും താങ്കൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഈ കണക്കുകളിൽ നിന്നും ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതലായി വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. അത്തരം വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയത് BJP RSS സംഘപരിവാർ നേതാക്കളുമാണ്. മിസ്റ്റർ മുരളീധരൻ നായർ, ഞാൻ മുന്നോട്ട് വെച്ച ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും താങ്കൾക്ക് പറയാൻ പറ്റുമോ കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് മുസ്ലിം സംഘടനകളും പാർട്ടികളുമാണെന്ന്? ആർക്കും പരിശോധിച്ച് ബോധ്യപ്പെടാവുന്ന കണക്കുകൾ വെച്ച് സംസാരിച്ച ഈ വീഡിയോയ്ക്ക് താഴെയും താങ്കൾ വന്ന് കമന്റ് ചെയ്യുമോ ഞാൻ ആടിനെ പട്ടിയാക്കുകയാണെന്ന്? ശ്രീ മുരളീധരൻ നായർ, താങ്കൾ പ്രായം കൊണ്ടും അറിവ് കൊണ്ടും അനുഭവജ്ഞാനം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും എന്നെക്കാൾ എത്രയോ മുകളിലാണ്. എന്നിട്ടും ഈ കണക്കുകളും വസ്തുതകളും തെളിവുകളും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ താങ്കളുടെ തലച്ചോറും മനസ്സാക്ഷിയും ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന് അടിയറ വെച്ചുവെങ്കിൽ, ആ പ്രത്യയശാസ്ത്രം രൂപപ്പെടുത്തിയെടുത്ത മുസ്ലിം വിരുദ്ധതയാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഇനി കൂടുതലായി താങ്കളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.